വൈക്കം സത്യാഗ്രഹം ശതാബ്ദി വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു ദിവസം കൂടി ഓർത്തെടുക്കുകയാണ്. വൈക്കത്തെ ഗാന്ധിജിക്ക് ജാതി വിവേചനം ഏൽക്കേണ്ടി വന്ന ദിവസം. സവർണ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറായ ഗാന്ധിജിയെ മനയ്ക്ക് പുറത്തിരുത്തിയത് ഈ ദിവസമായിരുന്നു. എന്നാൽ 100 വർഷങ്ങൾക്കപ്പുറം ഇന്ന് ആ മന ഒരു തൊഴിലാളി യൂണിയൻ ഓഫീസാണ്. നവോത്ഥാനത്തിന്റെ വിത്തുകൾ മുളച്ച മണ്ണ്. വൈക്കം സത്യാഗ്രഹത്തിന് ഊർജം പകരാനായിരുന്നു മഹാത്മാഗാന്ധി ഇവിടേക്കെത്തിയത്. 1925 മാർച്ച് 9 ഈ കാണുന്ന ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങിയ ഗാന്ധിയെ കാണാൻ 10,000-കണക്കിന് സമരമടന്മാരാണ് അണിനിരുന്നത്. വൈക്കത്തെ സമരം 1 വർഷം പിന്നിട്ടപ്പോഴാണ് ഗാന്ധിജി എത്തുന്നത്. ദേശീയ തലത്തിലേക്ക് ഇതോടെ ആ ഐതിഹാസിക സമരം ശ്രദ്ധിക്കപ്പെട്ടു. യാഥാസ്ഥിതികർക്കെതിരെ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരത്തിന് ഗാന്ധിജിയുടെ സന്ദർശനം വലിയ കരുത്തായി മാറി. എന്നാൽ വൈക്കത്തെത്തിയ ഗാന്ധിജിക്കും ജാതി വിവേചനം നേരിടേണ്ടി വന്നു. വൈക്കത്തെത്തിയ മഹാത്മാഗാന്ധിജിക്കും ജാതി വിവേചനം നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. സവർണച്ചേരിയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന നീലകണ്ഠൻ നമ്പ്യാതിരിയുമായി ചർച്ച നടത്താൻ ഗാന്ധി എത്തിയത് ഈ കാണുന്ന ഇണ്ടന്തുരുത്തി മനയിലേക്കാണ്. മനയ്ക്ക് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ ഏകദേശം 3 മണിക്കൂറോളം നമ്പ്യാതിരിയുമായി മഹാത്മാഗാന്ധി ചർച്ച നടത്തി. എന്നാൽ നൂറ്റാണ്ടുകളുടെ ജാതീയതയിൽ വളർന്ന സവർണ ബുദ്ധി അയഞ്ഞില്ല. ഒടുവിൽ ഗാന്ധിക്ക് ദുഃഖിതനായി മടങ്ങേണ്ടി വന്നു. ബ്രാഹ്മണനല്ലാത്ത ഗാന്ധിക്ക് അകത്തേക്ക് പ്രവേശനം ഒരു കാരണവശാലും പാടില്ല എന്ന് ദേവൻ നീലകണ്ഠൻ തിരുമേനി നമ്പ്യാതിരി പ്രഖ്യാപിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിയും അനുയായികളും അവർ ഈ പൂമുഖത്ത് ഇവിടെ ഇരുത്തി സംസാരിക്കേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം നമ്പ്യാതിരി മുറിക്കകത്തിരുന്ന് സംസാരിച്ചു. പാവപ്പെട്ട ഒരു വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരമല്ലേ, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയൊരു സമരമല്ലേ, ഇതെല്ലാ ന്യായങ്ങളും പറഞ്ഞു നോക്കി. ഇത് ഹിന്ദു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാദങ്ങളെല്ലാം നമ്പ്യാതിരി അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേട്ടത്. ചർച്ച കഴിഞ്ഞ് ഗാന്ധിജി മടങ്ങിയതിന് പിന്നാലെ ഇണ്ടംതുരുത്തി മനയുടെ മുന്നിൽ ശുദ്ധികലശവും നടത്തി. ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ലെന്ന് സവർണ നേതൃത്വം ഗാന്ധിജിയുടെ മുന്നിൽ അടിവരയിട്ട് പറഞ്ഞപ്പോൾ സമരാഗ്നിയിൽ പിന്നീട് അതെല്ലാം മാറ്റിയെഴുതപ്പെട്ടു. ഗാന്ധിജിക്ക് ഐത്തം കൽപ്പിച്ച ഇണ്ടംതുരുത്തി മന ഇന്ന് ചെത്തു തൊഴിലാളി യൂണിയന്റെ ആസ്ഥാന മന്ദിരമാണെന്നതും മറ്റൊരു കാവ്യനീതി. പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് വേണേൽ പറയാം. ഇങ്ങനെ ചെത്തുതൊഴിലാളികൾ ആസ്ഥാന മന്ദിരമായിട്ട് പിന്നീട് വന്നത് കേരളത്തിലുണ്ടായ സാമൂഹ്യ പരമായ മാറ്റങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഫലമായിട്ട് കേരളത്തിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജന്മി നാടുവാഴിത്വങ്ങളെല്ലാം പിന്നീട് തകർച്ചയിലായി. ശതാബ്ദി വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ചരിത്ര പോരാട്ടത്തിന്റെ ഓർമ്മകൾക്കൊപ്പം മഹാത്മാഗാന്ധിയും വൈക്കത്തിന്റെ മണ്ണിലും മലയാളികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിജി നൽകിയ ഊർജം കുറച്ചൊന്നുമല്ലായിരുന്നു. 603 ദിവസം ആ സമരം കത്തിജ്വലിച്ചു നിന്നതും ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.